ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എനിക്ക് പറയാനുണ്ട്. ഇന്ന് നമ്മൾ നോക്കുന്നത് 10ാം ക്ലാസ്സിലെ ജോഗ്രഫിയുടെ കാറ്റിൻ്റെ ഉറവിടം തേടി എന്ന ചാപ്റ്ററാണ്. ജോഗ്രഫിയുടെ 2ാമത്തെ ചാപ്റ്ററാണ്. നമുക്ക് നോക്കാം. അന്തരീക്ഷ വായു ചെലുത്തുന്ന ഭാരമാണ് അന്തരീക്ഷമർദ്ദം. ഈ അന്തരീക്ഷമർദ്ദത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളാണ് കാറ്റ് എന്ന് പറയുന്നത്. ഈ വ്യതിയാനങ്ങൾ എന്തുകൊണ്ടാണ്, അതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം നോക്കുന്നത് അന്തരീക്ഷമർദ്ദത്തിലെ വ്യതിയാനങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഒരു ചതുരശ്ര സെൻറ്റിമീറ്ററിന് 1034 ഗ്രാം എന്ന തോതിലാണ് ഭൗമ ഉപരിതലത്തിൽ വായു ചെലുത്തുന്ന ശരാശരി ഭാരം. ഭൗമ ഉപരിതലത്തിൽ വായു ചെലുത്തുന്ന ശരാശരി ഭാരം എന്ന് പറയുന്നത് ഒരു ചതുരശ്ര സെൻറ്റിമീറ്ററിന് 1034 ഗ്രാം എന്ന തോതിലാണ്. രസബാരോമീറ്റർ എന്ന ഉപകരണം ഉപയോഗിച്ചിട്ടാണ് അന്തരീക്ഷമർദ്ദം അളക്കുന്നത്. മെർക്കുറി ബാരോമീറ്റർ ഉപയോഗിച്ചിട്ടാണ് അന്തരീക്ഷമർദ്ദം അളക്കുന്നത്. ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്, അന്തരീക്ഷമർദ്ദത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മില്ലി ബാറും അതുപോലെ ഹെക്ടോ പാസ്കലുമാണ്. മില്ലി ബാറിലും ഹെക്ടോ പാസ്കലിലുമൊക്കെയാണ് അന്തരീക്ഷമർദ്ദം അതിൻ്റെ യൂണിറ്റ് പറയുന്നത്. ശരാശരി അന്തരീക്ഷമർദ്ദത്തിൽ മെർക്കുറിയുടെ നിരപ്പ് എന്ന് പറയുന്നത് അത് നിറച്ചിട്ടുള്ള സ്ഫടിക കുഴലിൽ 76 സെൻറ്റിമീറ്റർ ആയിരിക്കും. ശരാശരി അന്തരീക്ഷമർദ്ദത്തിലാണ് 76 സെൻറ്റിമീറ്റർ മെർക്കുറി നിരപ്പ് കാണിക്കുന്നത്. അപ്പോഴത്തെ അന്തരീക്ഷമർദ്ദം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1013.2 മില്ലി ബാർ അല്ലെങ്കിൽ 1013.2 ഹെക്ടോ പാസ്കൽ ആയിരിക്കും. അപ്പോൾ 1013.2 മില്ലി ബാർ അല്ലെങ്കിൽ 1013.2 ഹെക്ടോ പാസ്കൽ ആയിരിക്കും അപ്പോഴത്തെ അന്തരീക്ഷമർദ്ദം എന്ന് പറയുന്നത്. ഇനി ചിത്രം നോക്കുക. എ എന്നും ബി എന്നും രേഖപ്പെടുത്തിയിട്ടുള്ള സ്ഥലങ്ങൾ അവിടെ കാണാനായിട്ട് പറ്റും. എ എന്ന് പറയുന്നത് മലയുടെ മണ്ടയ്ക്ക്, വെള്ള കളറിൽ അതിൻ്റെ മണ്ടയ്ക്കാണ് എ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ ബി എന്ന് പറയുന്നത് എവിടെയാണ്? സമുദ്രത്തിലാണ്. അപ്പം ഈ രണ്ട് സ്ഥലങ്ങൾ, ഒന്ന് നല്ല ഉയരത്തിലുള്ള സ്ഥലവും ഒന്നെന്താണ് ഇനി താഴെയുള്ള സ്ഥലവുമാണ്. ഇതിൽ എവിടെയാണ് വായുമർദ്ദം കൂടുതലായിരിക്കുക, അത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഇനി പറയുന്നത്. ഉയരവും അന്തരീക്ഷമർദ്ദവും തമ്മിൽ ബന്ധമുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഈ ചിത്രത്തിലെ ചോദിച്ചിട്ടുള്ള ചോദ്യത്തിന് ഉത്തരം നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റത്തുള്ളൂ. ഉയരം കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷമർദ്ദം എന്ന് പറയുന്നത് എന്താണ്? കുറഞ്ഞു വരികയാണ് ചെയ്യുക. ഏകദേശം 10 മീറ്റർ ഉയരത്തിന് എന്ന തോതിലാണ് മർദ്ദം കുറയുന്നത്. അപ്പോൾ ഉയരം കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷമർദ്ദത്തിന് എന്താണ് സംഭവിക്കുക? അന്തരീക്ഷമർദ്ദം കുറഞ്ഞു വരികയാണ് ചെയ്യുക. ഏകദേശം 10 മീറ്റർ ഉയരത്തിനനുസരിച്ച് 1 മില്ലി ബാർ എന്ന തോതിലാണ് കുറയുക. 1 മില്ലി ബാർ മർദ്ദം എന്ന തോതിലാണ് കുറയുക 10 മീറ്റർ ഉയരം കൂടുന്നതിനനുസരിച്ച്. അപ്പം മുകളിലേക്ക് പോകും തോറും വായുവിൻ്റെ അളവ് എന്ന് പറയുന്നത് എന്താണ്? കുറയുന്നു. അതുകൊണ്ട് തന്നെ വായുമർദ്ദം എന്ന് പറയുന്നതും ഉയരത്തിൽ എന്താണ്? കുറവായിരിക്കും. അതേസമയം ഉയരം കുറയും തോറും എന്താണ്? അന്തരീക്ഷമർദ്ദം കൂടി വരികയും ചെയ്യും. അപ്പോൾ ഈ ചിത്രത്തിൽ നമുക്ക് പറയാൻ പറ്റുമല്ലോ, എയിലാണോ ബിയിലാണോ ഏറ്റവും കൂടുതൽ വായുമർദ്ദം കൂടുതലായിരിക്കുക? ഏറ്റവും കൂടുതൽ വായുമർദ്ദം ഉണ്ടായിരിക്കുക എവിടെയായിരിക്കും? ബിയിലായിരിക്കും ഉണ്ടാവുക. എയിൽ വായുമർദ്ദം കുറവായിരിക്കും. അവിടെ എന്താണ്? ഉയരം കൂടുതലാണ്. എ എന്ന് പറയുന്നത് ഉയരത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ പൊന്മുടി, മൂന്നാർ, ഊട്ടി, ബ്രഹ്മഗിരി തുടങ്ങിയ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ ചെവി അടയുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ അതെന്താണ്? ഉയർന്ന സ്ഥലങ്ങളിലെ വായുമർദ്ദത്തിലെ കുറവാണ് ഇതിന് കാരണം. നമ്മുടെ ചെവി അടയാനുള്ള കാരണം എന്ന് പറയുന്നത് ഉയർന്ന സ്ഥലങ്ങളിലെ വായുമർദ്ദത്തിലെ കുറവാണ്. അവിടെ മർദ്ദം കുറവാണ്. ഉയരവും അന്തരീക്ഷമർദ്ദവും എന്നത് വിപരീത അനുപാതത്തിലാണ്. അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? ഉയരവും അന്തരീക്ഷമർദ്ദവും എന്ന് പറയുന്നത് എന്താണ്? വിപരീത അനുപാതത്തിലാണ്. കാരണം എന്താണ്? ഉയരം കൂടുമ്പോൾ അന്തരീക്ഷമർദ്ദം കുറയും. വായുമർദ്ദത്തെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് പ്രദേശത്തിൻ്റെ ഉയരം. അപ്പം വായുമർദ്ദത്തെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകത്തെ പറ്റിയാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഏതാണ്? ഉയരം. എന്നാൽ ഉയരം മാത്രമല്ല, താപവും അതുപോലെ ആർദ്രതയും ഒക്കെ എന്താണ്? വായുമർദ്ദത്തെ സ്വാധീനിക്കുന്നുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് അതാണ്. മറ്റെല്ലാ വസ്തുക്കളും എന്ന പോലെ വായുവും ചൂടേൽക്കുമ്പോൾ വികസിക്കും. വായു എന്ന് പറയുന്നത് ചൂടേൽക്കുമ്പോൾ എന്താണ്? വികസിക്കും. വായു വികസിക്കുമ്പോൾ സാന്ദ്രത കുറയുന്നത് കൊണ്ട് അത് മുകളിലേക്ക് പോകും. വായു വികസിക്കുമ്പോൾ അതിൻ്റെ സാന്ദ്രത കുറയും.
സാന്ദ്രത ഡെൻസിറ്റി കുറയുമ്പോൾ എന്താണ്, അത് മുകളിലേക്ക് പോകുന്നു. ഇത് വായുമർദ്ദം കുറയുന്നതിന് ഇടയാക്കും. അങ്ങനെയാണ് വായുമർദ്ദം കുറയുന്നത്. ഉയർന്നു പോകുന്ന, അപ്പം എന്താണ് പറയുന്നത്, വായുമർദ്ദം ചൂടേൽക്കുമ്പോൾ എങ്ങനെയാണ് കുറയുന്നത് എന്നാണ്. ചൂടേൽക്കുമ്പോൾ എന്താണ്, വായു വികസിക്കും, വായു മുകളിലേക്ക് പോകും അല്ലേ. സാന്ദ്രത കുറയുമ്പോൾ അത് മുകളിലേക്ക് പോകും. അന്നേരം എന്താണ്, വായുമർദ്ദം കുറയും. ഉയർന്നു പോകുന്ന വായു വശങ്ങളിലേക്ക് നീങ്ങുന്നതോടൊപ്പം തണുക്കുകയും വായുവിന് സാന്ദ്രത കൂടുകയും ചെയ്യുന്നു. ഉയർന്നു പോകുന്ന വായു എന്താണ്, വശങ്ങളിലേക്കൊക്കെ നീങ്ങുന്നു. അപ്പോഴെന്താണത്, തണുക്കും. അങ്ങനെ തണുത്തു കഴിയുമ്പോഴെന്താണ്, അതിൻ്റെ സാന്ദ്രത കൂടുകയും ചെയ്യുന്നു. ഇത് വൻതോതിൽ വായു താഴ്ന്നിറങ്ങുന്നതിന് ഇടയാക്കും. അതിൻ്റെ ഫലമായിട്ടാണ് അന്തരീക്ഷമർദ്ദം. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, താപം കൂടുമ്പോൾ അന്തരീക്ഷമർദ്ദം കുറയുകയാണ് ചെയ്യുക. താപം കൂടുമ്പോൾ അന്തരീക്ഷമർദ്ദം കുറയുകയാണ് ചെയ്യുക. താപം കുറയുമ്പോൾ എന്താണ്, അന്തരീക്ഷമർദ്ദം കൂടുകയും ചെയ്യുന്നു. താപവും അന്തരീക്ഷമർദ്ദവും എങ്ങനെയാണെന്ന് പറയാം, വിപരീത അനുപാതത്തിലാണ്. നമ്മൾ ഉയരത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് താപത്തിൻ്റെ കാര്യവും. താപവും അന്തരീക്ഷമർദ്ദവും എന്താണ്, വിപരീത അനുപാതത്തിലായിരിക്കും. ഇനി 2 ചിത്രങ്ങളാണ് നൽകിയിരിക്കുന്നത്. അതിൽ ഒരേ പ്രദേശത്തിൻ്റെ രാത്രിയും പകലുമാണ് കാണിച്ചിരിക്കുന്നത്. 2 ചിത്രങ്ങളും കൂടെ താരതമ്യം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവയിൽ വായുമർദ്ദം കൂടുതൽ അനുഭവപ്പെടുന്ന സാഹചര്യം, അതുപോലെ വായുമർദ്ദം കുറവ് അനുഭവപ്പെടുന്ന സാഹചര്യം, ഇത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പഠിച്ചത് വെച്ച് വായുമർദ്ദം പകലായിരിക്കുമോ രാത്രി ആയിരിക്കുമോ കുറവ്? വായുമർദ്ദം കുറവായിരിക്കുക എപ്പോഴായിരിക്കും? പകലായിരിക്കും. രാത്രിയിൽ എന്താണ്, വായുമർദ്ദം കൂടുതലായിരിക്കും. കാരണം എന്താണ്, പകല് താപം കൂടുതലല്ലേ. അപ്പോൾ താപം കൂടുന്നതനുസരിച്ച് വായുമർദ്ദം കുറയും. ഇനി ആർദ്രതയും അന്തരീക്ഷമർദ്ദവും. അന്തരീക്ഷ വായുവിലെ ജലാംശത്തിൻ്റെ അളവിനെയാണ് ആർദ്രത അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. അന്തരീക്ഷ വായുവിലെ ജലാംശത്തിൻ്റെ അളവിനെയാണ് ആർദ്രത എന്ന് പറയുന്നത്. നീരാവിക്ക് വായുവിനേക്കാളും ഭാരം കുറവാണ്. അതുകൊണ്ടാണ് ജലം ബാഷ്പമാകുമ്പോൾ അത് അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നത്. ഒരു നിശ്ചിത വ്യാപ്തം വായുവിൽ നീരാവിയുടെ അളവ് കൂടുതലാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ വായുവിൻ്റെ മർദ്ദം കുറവായിരിക്കും. ഒരു നിശ്ചിത വ്യാപ്തം വായുവിൽ നീരാവിയുടെ അളവ് കൂടുതലാണെങ്കിൽ, എന്ന് വെച്ചാൽ ആർദ്രത കൂടുതലാണെങ്കിൽ, സ്വാഭാവികമായിട്ടും ആ വായുവിൻ്റെ മർദ്ദം എന്ന് പറയുന്നത് കുറവായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം, ആർദ്രതയും അന്തരീക്ഷമർദ്ദവും വിപരീത അനുപാതത്തിലാണ് എന്ന് പറയാം. അപ്പം അന്തരീക്ഷമർദ്ദത്തെ സ്വാധീനിക്കുന്ന 3 ഘടകങ്ങളാണ് ഉയരം, താപം, ആർദ്രത എന്ന് പറയുന്നത്. ഇത് 3ഉം അന്തരീക്ഷമർദ്ദത്തിന് വിപരീത അനുപാതത്തിലാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരമുള്ള 2 സ്ഥലങ്ങളാണ് എ, ബി എന്നിങ്ങനെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. ഇതിൽ ഏത് സ്ഥലത്താണ് അന്തരീക്ഷമർദ്ദം കുറവായിരിക്കുക, എന്തുകൊണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിലേത് സ്ഥലത്തായിരിക്കും അന്തരീക്ഷമർദ്ദം കുറവായിരിക്കുക? അന്തരീക്ഷമർദ്ദം കുറവായിരിക്കുക ആർദ്രത കൂടിയ സ്ഥലത്തായിരിക്കുമല്ലോ. അപ്പോൾ ഇവിടെ ആർദ്രത കൂടിയ സ്ഥലം എന്ന് പറയുന്നത് എ ആയിരിക്കും. കാരണം കടലിൻ്റെ സമീപത്തായിട്ട് കിടക്കുന്ന സ്ഥലമാണ് എ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ആർദ്രത എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ആർദ്രത കൂടുമ്പോൾ അന്തരീക്ഷമർദ്ദം കുറവായിരിക്കും. ഭൂപ്രദേശത്തിൻ്റെ ഉയരം, അന്തരീക്ഷത്തിലെ ആർദ്രത, അവിടെ അനുഭവപ്പെടുന്ന താപം, ഇതൊക്കെ അന്തരീക്ഷമർദ്ദത്തെ സ്വാധീനിക്കുന്നുണ്ട്. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു പ്രദേശത്ത് അന്തരീക്ഷമർദ്ദം കൂടുതലാണെങ്കിൽ അവിടെ ഉച്ചമർദ്ദമാണ് എന്ന് പറയാം. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു പ്രദേശത്ത് അന്തരീക്ഷമർദ്ദം കൂടുതലാണെങ്കിൽ അവിടെ ഉച്ചമർദ്ദമാണ് എന്ന് പറയാം. അതേസമയം ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു പ്രദേശത്ത് അന്തരീക്ഷത്തിലെ മർദ്ദം കുറവാണെങ്കിൽ എന്താണ്, അവിടെ ന്യൂനമർദ്ദമാണ് എന്ന് പറയാം. അതാണ് ന്യൂനമർദ്ദ മേഖല എന്ന് പറയുന്നത്. എന്താണ് സമതാപരേഖകൾ എന്ന് പറഞ്ഞാൽ? ഒരേ അന്തരീക്ഷ താപമുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന രേഖകൾ, സാങ്കല്പിക രേഖകളെയാണ് സമതാപരേഖകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരേ അന്തരീക്ഷ മർദ്ദമുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളെയാണ് സമമർദ്ദ രേഖകൾ അല്ലെങ്കിൽ ഐസോബാർസ് എന്ന് പറയുന്നത്. ഇനി സമമർദ്ദ രേഖകൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു പ്രദേശത്തെയും അന്തരീക്ഷ മർദ്ദത്തിൻ്റെ വിതരണക്രമം എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ചിത്രങ്ങൾ നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്.
രണ്ട് വ്യത്യസ്ത ഋതുക്കളിൽ ഒരു പ്രദേശത്തെ അന്തരീക്ഷ മർദ്ദത്തിൻ്റെ വിതരണമാണ് കാണിച്ചിട്ടുള്ളത്. ഇവിടെ നിന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റും? വ്യത്യസ്ത ഋതുക്കളിൽ അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത് വ്യത്യാസപ്പെട്ടിരിക്കും. ഇനി നോക്കുന്നത് ആഗോള മർദ്ദമേഖലകളാണ്. ഒരുപാട് ചോദ്യങ്ങൾ ഈ ഒരു പാർട്ടിൽ നിന്ന് വരാറുണ്ട്. നോക്കാം. ധ്രുവീയ ഉച്ചമർദ്ദ മേഖല എന്ന് പറയുന്നത് 90 ഡിഗ്രി വടക്ക് 90 ഡിഗ്രി തെക്കായിട്ട് കാണപ്പെടുന്നു. 60 ഡിഗ്രി തെക്ക് 60 ഡിഗ്രി വടക്കിൽ കാണപ്പെടുന്നതാണ് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല. 30 ഡിഗ്രി വടക്ക് 30 ഡിഗ്രി തെക്ക് കാണുന്നത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയും ഇക്വേറ്ററിൽ കാണുന്നത് 0 ഡിഗ്രി ഇക്വേറ്ററിൽ കാണുന്നത് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയുമാണ്. നമ്മൾ ആദ്യം നോക്കുന്നത് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയാണ്. വർഷം മുഴുവന് സൂര്യരശ്മികൾ ലംബമായിട്ട് പതിക്കുന്ന മേഖലയാണ് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് അല്ലെങ്കിൽ മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ചൂട് കൂടുതലായിരിക്കും. സൂര്യൻ്റെ ചൂടേറ്റ് വായു വികസിക്കുകയും വൻതോതിൽ ഉയരുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഈ മേഖലയിൽ ഉടനീളം ന്യൂനമർദ്ദം അനുഭവപ്പെടാനായിട്ട് കാരണമാകുന്നു. മധ്യരേഖയ്ക്ക് തെക്ക് 5 ഡിഗ്രി മുതൽ വടക്ക് 5 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിലാണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല ഉള്ളത്. വായു വൻതോതിൽ മുകളിലേക്ക് ഉയർന്നു പോകുന്നു എന്നതുകൊണ്ട് തന്നെ ഇവിടെ കാറ്റുകൾ തീരെ ദുർബലമാണ്. കാറ്റുകളില്ല എന്ന് പറയാം. കാറ്റുകളില്ലാത്ത മേഖല ആയതുകൊണ്ട് നിർവാത മേഖല എന്നും ഈ മർദ്ദമേഖല അറിയപ്പെടുന്നുണ്ട്. നിർവാത മേഖല അല്ലെങ്കിൽ ഡോൾഡ്രം എന്ന് അറിയപ്പെടുന്നു. കാറ്റുകളില്ലാത്തത് കൊണ്ട് തന്നെ പണ്ട് പായ്ക്കപ്പലുകളിൽ യാത്ര ചെയ്യുന്നവർക്ക് ഇവിടെ ഒരു പേടി സ്വപ്നമായിരുന്നു. ഇവിടെ കാണിച്ചിട്ടുണ്ട് ചിത്രത്തിൽ മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. ഇനി അടുത്തത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയാണ്. മധ്യരേഖ പ്രദേശത്ത് നിന്ന് ചൂട് പിടിച്ച് ഉയരുന്ന വായു ക്രമേണ തണുത്ത് ഭൂഭ്രമണത്തിൻ്റെ സ്വാധീനത്താൽ ഉപോഷ്ണ മേഖലയിൽ എത്തുമ്പോഴേക്കും താഴുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ മേഖലയിൽ ഉച്ചമർദ്ദം അനുഭവപ്പെടുന്നത്. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയെ നമ്മൾ ഹോൾസ് ലാറ്റിറ്റ്യൂഡ് എന്നും വിളിക്കാറുണ്ട്. നമ്മൾ പറഞ്ഞിരുന്നു മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയെ വിളിക്കുന്നത് എന്താണ്? ഡോൾഡ്രം എന്നും ഒരു പേരുണ്ട് അതിന്. അതുപോലെ തന്നെ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയ്ക്ക് ഹോൾസ് ലാറ്റിറ്റ്യൂഡ് എന്ന പേരുണ്ട്. അതെന്തുകൊണ്ടാണ് എന്ന് നോക്കാം. യൂറോപ്പിൽ നിന്ന് അമേരിക്കയിലേക്ക് പോയിരുന്ന പഴയകാല ചരക്ക് കപ്പലുകളിലെ ഒരു പ്രധാന കയറ്റുമതി ഇനമായിരുന്നു മുന്തിയ ഇനം കുതിരകൾ. യൂറോപ്പിൽ നിന്ന് അമേരിക്കയിലേക്ക് പോയിരുന്ന പഴയകാല ചരക്ക് കപ്പലുകളിലെ പ്രധാന കയറ്റുമതിയായിരുന്നു മുന്തിയ ഇനം കുതിരകൾ. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ കാറ്റുകൾ ദുർബലമായതുകൊണ്ട് പായ്ക്കപ്പലുകൾക്ക് സുഗമമായിട്ട് സഞ്ചരിക്കാനാവാത്ത സാഹചര്യമുണ്ടായിരുന്നു. ഇവിടെ എന്താണ്? കാറ്റുകൾ ദുർബലമാണ്. അതുകൊണ്ട് തന്നെ പായ്ക്കപ്പലുകൾക്ക് സുഗമമായിട്ട് സഞ്ചരിക്കാനാവാത്ത ഒരു സാഹചര്യമുണ്ടായിരുന്നു. കപ്പലിൻ്റെ ഭാരം കുറച്ചാൽ സഞ്ചാരം എളുപ്പമാകുമെന്നതുകൊണ്ട് ഈ കുതിരകളിൽ പലതിനെയും കടലിൽ ഉപേക്ഷിക്കും. അപ്പം അങ്ങനെയാണ് ഉപോഷ്ണ മർദ്ദ മേഖലയ്ക്ക് കുതിര അക്ഷാംശം അല്ലെങ്കിൽ ഹോൾസ് ലാറ്റിറ്റ്യൂഡ് എന്ന പേര് വന്നത്. ഇനി നോക്കുന്നത് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല അല്ലെങ്കിൽ സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് ആണ്. ചിത്രം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും 60 ഡിഗ്രി തെക്ക് 60 ഡിഗ്രി വടക്കായിട്ട് കാണപ്പെടുന്നതാണ് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല. ധ്രുവത്തിനോട് ഏറെ അടുത്തായതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ വായുവിന് തണുപ്പ് ഏറെയാണ്. ധ്രുവത്തിനോട് എന്താണ്? ഈ മേഖല എന്ന് പറയുന്നത് വളരെ അടുത്താണ്. അതുകൊണ്ട് തന്നെ ഈ വായുവിന് തണുപ്പ് ഉണ്ട്. തണുത്ത വായു ഭൂമിയോട് ചേർന്ന് നിലകൊള്ളുമെങ്കിലും ഭൂമിയുടെ ഭ്രമണം മൂലം ഈ വായു ശക്തമായിട്ട് ചുഴറ്റിയെറിയപ്പെടും. അതുകൊണ്ട് തന്നെ ഉപധ്രുവീയ മേഖലയിൽ ഉടനീളം എന്താണ്? ന്യൂനമർദ്ദമാണ് അനുഭവപ്പെടുക. ഈ വായു ചുഴറ്റി എറിയപ്പെടുന്നത് കൊണ്ട് എന്താണ്? ഇവിടെ ന്യൂനമർദ്ദമാണ് അനുഭവപ്പെടുക. ഇനി നോക്കുന്നത് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല അല്ലെങ്കിൽ പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് ആണ്. വർഷം മുഴുവൻ കൊടും തണുപ്പ് അനുഭവപ്പെടുന്ന മേഖലയാണ് പോളാർ റീജിയൻ. ധ്രുവങ്ങളിലെ അതികഠിനമായ തണുപ്പിൽ അവിടുത്തെ വായു തണുക്കുന്നതുകൊണ്ട് ഈ മേഖലയിൽ സദാ എങ്ങനെയായിരിക്കും? ഉച്ചമർദ്ദമായിരിക്കും. സൗരോർജ്ജ ലഭ്യതയുടെ ഏറ്റക്കുറച്ചിലുകളും ഭൂമിയുടെ ഭ്രമണവുമാണ് വിവിധ മർദ്ദമേഖലകളുടെ രൂപീകരണത്തിൻ്റെ അടിസ്ഥാനം. സൂര്യൻ്റെ അയനത്തിന് അനുസൃതമായിട്ട് മർദ്ദമേഖലകൾക്ക് സ്ഥാനമാറ്റം ഉണ്ടാകുന്നുണ്ട്. ഉത്തരായന കാലത്ത് മർദ്ദമേഖലകൾ വടക്കോട്ട് നീങ്ങുന്നു, ദക്ഷിണായന കാലത്ത് തെക്കോട്ടും നീങ്ങുന്നു. ഉത്തരായന കാലം എന്ന് വെച്ചാൽ എന്താണ്? സൂര്യന് ദക്ഷിണായന രേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്ക് അയനം ചെയ്യുകയാണ്. അപ്പോൾ മർദ്ദമേഖലകളും എന്താണ്? വടക്കോട്ട് നീങ്ങുന്നു.
സൂര്യൻ വടക്കോട്ട് നീങ്ങുമ്പോൾ മർദ്ദമേഖലകളും വടക്കോട്ട് നീങ്ങുന്നു. ഇനി ദക്ഷിണായന കാലം എന്ന് വെച്ചാൽ എന്താണ്? ഉത്തരായന രേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്ക് സൂര്യൻ്റെ അയനമാണ് ദക്ഷിണായനം എന്ന് വെച്ചാൽ. അപ്പോൾ തെക്കോട്ടാണ് സൂര്യൻ വരുന്നത്. അപ്പോൾ മർദ്ദമേഖലകളും തെക്കോട്ട് നീങ്ങുന്നു. ആഗോളതലത്തിൽ അന്തരീക്ഷ മർദ്ദത്തിലെ ഏറ്റക്കുറച്ചിലുകൾ കാറ്റുകൾ രൂപം കൊള്ളുന്നതിന് കാരണമാകുന്നുണ്ട്. അന്തരീക്ഷ മർദ്ദത്തിലെ ഏറ്റക്കുറച്ചിലുകളാണ് കാറ്റുകൾ രൂപം കൊള്ളുന്നതിന് കാരണമാകുന്നത്. ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ന്യൂനമർദ്ദ മേഖലയിലേക്കുള്ള വായുവിൻ്റെ തിരശ്ചീന ചലനമാണ് കാറ്റുകൾ. വായു എങ്ങനെയാണ് ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ന്യൂനമർദ്ദ മേഖലയിലേക്കാണ് ചലിക്കുക? വായുവിൻ്റെ ഈ ഒരു തിരശ്ചീനമായിട്ടുള്ള ചലനത്തെയാണ് കാറ്റുകൾ എന്ന് വിളിക്കുന്നത്. ഇളം കാറ്റുകൾ മുതൽ സർവനാശം വിതയ്ക്കുന്ന കൊടും കാറ്റുകൾ വരെ നമ്മുടെ ഭൂമുഖത്തുണ്ട്. കാറ്റുകൾക്ക് പേര് നൽകിയിട്ടുള്ളത് അവ ഏത് ദിശയിൽ നിന്ന് വീശുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഉദാഹരണമായിട്ട് തെക്കൻ കാറ്റ് എന്നാൽ തെക്കു ദിശയിൽ നിന്ന് വീശുന്ന കാറ്റാണ്. ഉത്ഭവിക്കുന്ന പ്രദേശത്തിൻ്റെ സവിശേഷതകൾ കാറ്റിൻ്റെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നുണ്ട്. കടലിൽ നിന്ന് കരയിലേക്ക് വീശുന്ന കാറ്റ് നീരാവി പൂരിതമായിരിക്കും. എന്നാൽ വരണ്ട പ്രദേശത്ത് നിന്ന് വീശുന്ന കാറ്റുകൾ എങ്ങനെയായിരിക്കും? നീരാവി രഹിതമായിരിക്കും. മർദ്ദച്ചരിവ്, കോറിയോലിസ് പ്രഭാവം, കർഷണം ഈ ഘടകങ്ങളെയൊക്കെ ആശ്രയിച്ചാണ് കാറ്റിൻ്റെ വേഗതയും ദിശയും ഉണ്ടാവുക. ആദ്യം നോക്കുന്നത് മർദ്ദച്ചരിവാണ്. ഭൗമ ഉപരിതലത്തിൽ വിവിധ പ്രദേശങ്ങളിൽ അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. അന്തരീക്ഷ മർദ്ദം വിവിധ പ്രദേശങ്ങളിലും വ്യത്യസ്തമായിരിക്കും. ഇത്തരത്തിൽ തിരശ്ചീന തലത്തിൽ അനുഭവപ്പെടുന്ന മർദ്ദ വ്യതിയാനത്തെയാണ് മർദ്ദച്ചരിവ് എന്ന് വിളിക്കുന്നത്. തിരശ്ചീന തലത്തിൽ മർദ്ദവ്യത്യാസം ഏറെയാണെങ്കിൽ അവിടെ മർദ്ദച്ചരിവ് കൂടുതലാണ് എന്ന് പറയാം. അത്തരം പ്രദേശങ്ങളിൽ കാറ്റിൻ്റെ വേഗത എന്ന് പറയുന്നതും കൂടുതലായിരിക്കും. മർദ്ദച്ചരിവ് കൂടുതലാണെങ്കിൽ അവിടെ കാറ്റിൻ്റെ വേഗതയും കൂടുതലായിരിക്കും. അടുത്തത് കോറിയോലിസ് ബലമാണ്. ഭൗമോപരിതലത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് ഭ്രമണം നിമിത്തം ഉത്തരാർദ്ധഗോളത്തിൽ സഞ്ചാര ദിശയ്ക്ക് വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിലാണെങ്കിൽ സഞ്ചാര ദിശയ്ക്ക് ഇടത്തോട്ടും വ്യതിചലനമുണ്ടാകും. ഇതിന് കാരണമാകുന്ന ബലത്തെയാണ് നമ്മൾ കോറിയോലിസ് ബലം എന്ന് വിളിക്കുന്നത്. ഭൗമോപരിതലത്തിൽ സ്വതന്ത്രമായിട്ട് ചലിക്കുന്ന വസ്തുക്കളുണ്ട്. ആ വസ്തുക്കൾക്ക് ഭ്രമണം നിമിത്തം, ഭൂമിയുടെ ഭ്രമണം നിമിത്തം ഉത്തരാർദ്ധഗോളത്തിൽ സഞ്ചാര ദിശയ്ക്ക് വലത്തോട്ടും അതുപോലെ ദക്ഷിണാർദ്ധഗോളത്തിലാണെങ്കിൽ സഞ്ചാര ദിശയ്ക്ക് ഇടത്തോട്ടും വ്യതിചലനമുണ്ടാകും. ഇതിന് കാരണമാകുന്ന ബലത്തെയാണ് കോറിയോലിസ് ബലം എന്ന് വിളിക്കുന്നത്. മധ്യരേഖാ പ്രദേശത്ത് നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കോറിയോലിസ് ബലം കൂടുകയാണ് ചെയ്യുക. ധ്രുവങ്ങളിൽ കോറിയോലിസ് ബലം കൂടുതലായിരിക്കും. കോറിയോലിസ് ബലത്തിൻ്റെ പ്രഭാവത്താൽ ഉത്തരാർദ്ധഗോളത്തിൽ കാറ്റുകൾ സഞ്ചാരദിശയ്ക്ക് വലതുവശത്തേക്കും അതുപോലെ ദക്ഷിണാർദ്ധഗോളത്തിലാണെങ്കിൽ സഞ്ചാര ദിശയ്ക്ക് ഇടതുവശത്തേക്കും വ്യതിചലിക്കും എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് അഡ്മിറൽ ഫെറൽ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അവതരിപ്പിച്ച നിയമമാണ് ഫെറൽ നിയമം. അഡ്മിറൽ ഫെറലിൻ്റെ നിയമമാണ് ഫെറൽ നിയമം. ഫെറൽ നിയമം എന്ന് വെച്ചാൽ എന്താണ്? കോറിയോലിസ് ബലത്തിൻ്റെ പ്രഭാവത്താൽ ഉത്തരാർദ്ധഗോളത്തിൽ കാറ്റുകൾ സഞ്ചാരദിശയ്ക്ക് വലതുവശത്തേക്കും ദക്ഷിണാർദ്ധഗോളത്തിലാണെങ്കിൽ സഞ്ചാരദിശയ്ക്ക് ഇടതുവശത്തേക്കും വ്യതിചലിക്കും എന്ന് പറയുന്ന നിയമമാണ് ഫെറൽ നിയമം. ഇനി കർഷണമാണ്. ഇതിൽ ഏത് സാഹചര്യത്തിലാണ് തടസ്സം കൂടാതെ കാറ്റ് വീശുന്നത്? ചിത്രം നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. തടസ്സം കൂടാതെ കാറ്റ് വീശുന്നത് എവിടെയായിരിക്കും? ആദ്യത്തെ ചിത്രത്തിലായിരിക്കും. സമുദ്ര ഉപരിതലം അതുപോലെ നിരപ്പായ ഭൂപ്രദേശങ്ങൾ എന്നിവിടങ്ങളിലെ കർഷണം കുറവായതുകൊണ്ട് കാറ്റിന് വേഗം കൂടുതലായിരിക്കും. എന്നാൽ ദുർഘടമായ ഭൂപ്രകൃതി, മരങ്ങൾ നിറഞ്ഞ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ കർഷണം കൂടുതലായതുകൊണ്ട് കാറ്റിൻ്റെ വേഗം കുറവായിരിക്കും. മരുവൽക്കരണം തടയാൻ മരുഭൂമികളുടെ അതിർത്തി പ്രദേശങ്ങളിൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കാറുണ്ട്. കാറ്റിൻ്റെ വേഗം കുറയ്ക്കാനും മരുഭൂമിയുടെ വ്യാപനം തടയാനുമാണ് ഈ നടപടി. കർഷണം ഉണ്ടാകാൻ വേണ്ടിയാണ് മരുഭൂമിയുടെ അതിർത്തി പ്രദേശങ്ങളിൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നത്. കർഷണം കൂടുകയാണെങ്കിൽ എന്താണ്? കാറ്റിൻ്റെ വേഗത കുറയും. ഇനി നോക്കുന്നത് മർദ്ദമേഖലകളും കാറ്റുകളും എന്നുള്ളതാണ്. ആഗോളതലത്തിൽ വിവിധ അക്ഷാംശ മേഖലകൾ തമ്മിൽ മർദ്ദവ്യത്യാസങ്ങളുണ്ട് എന്ന് പറഞ്ഞു. ഈ മർദ്ദവ്യത്യാസങ്ങളാണ് കാറ്റുകൾ രൂപം കൊള്ളുന്നതിന് കാരണമാകുന്നത്.
ഉച്ചമർദ്ദം അനുഭവപ്പെടുന്ന മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദം അനുഭവപ്പെടുന്ന മേഖലയിലേക്കാണ് കാറ്റ് വീശുക. ഉച്ചമർദ്ദ പ്രദേശത്ത് നിന്ന് ന്യൂനമർദ്ദ മേഖലയിലേക്കാണ് കാറ്റ് വീശുക. ആഗോള മർദ്ദമേഖലകൾക്കിടയിൽ രൂപം കൊള്ളുന്ന കാറ്റുകളെ പൊതുവിൽ ആഗോളവാദങ്ങൾ എന്നാണ്, ആഗോളവാദങ്ങൾ അല്ലെങ്കിൽ പ്ലാനറ്ററി വിൻസ് എന്നാണ് വിളിക്കുന്നത്. വിവിധ ആഗോളവാദങ്ങളാണ് ഉള്ളത്. ഏതൊക്കെയാണ് എന്ന് നോക്കാം. വാണിജ്യവാദങ്ങൾ, പശ്ചിമവാദങ്ങൾ, ധ്രുവീയ പൂർവവാദങ്ങൾ. ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റാണ് പൂർവവാദങ്ങൾ. അതുപോലെ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റാണ് പശ്ചിമവാദങ്ങൾ. എപ്പോഴും എങ്ങനെയാണ്? ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ന്യൂനമർദ്ദ മേഖലയിലേക്കല്ലേ കാറ്റ് വീശുക. ഇനി ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റാണ് വടക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ. ഇനി തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങളും ഉണ്ട്. അതെന്താണ്? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന വാണിജ്യവാദങ്ങളാണ് തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ. വാണിജ്യവാദങ്ങൾ അപ്പോൾ 2 ടൈപ്പാണുള്ളത്. വടക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങളും അതുപോലെ തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങളും. ഇനി വാണിജ്യവാദങ്ങൾ അല്ലെങ്കിൽ ട്രേഡ് വിൻസ് എന്താണ് എന്നുള്ളത് വിശദമായിട്ട് നമുക്ക് നോക്കാം. ഇരു അർദ്ധഗോളങ്ങളിലെയും ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകൾ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. എവിടെയായിട്ടാണ് വരിക? 30 ഡിഗ്രി അക്ഷാംശമാണ്. ഇവിടെ നിന്ന് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക്, കറക്റ്റ് ഇക്വേറ്റർ പ്രദേശത്തേക്ക് നിരന്തരം കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക. ഇവ വാണിജ്യവാദങ്ങൾ എന്നാണ് അറിയപ്പെടുക. ഉത്തരാർദ്ധഗോളത്തിലാണെങ്കിൽ വടക്ക് കിഴക്ക് ദിശയിൽ നിന്ന് വീശുന്നത് കൊണ്ട് ഈ കാറ്റുകളെ വടക്കു കിഴക്കൻ വാണിജ്യവാദങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഉത്തരാർദ്ധഗോളത്തിലാണ്, മുകളിലത്തെ ഹാഫ് ആണെങ്കിൽ എന്താണ്? അവിടെ വീശുന്നത് വടക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങളാണ്. ഇരു അർദ്ധഗോളങ്ങളിൽ നിന്നും വീശുന്ന വാണിജ്യവാദങ്ങൾ സംഗമിക്കുന്ന മധ്യരേഖ ന്യൂനമർദ്ദ മേഖല എന്ന് പറയുന്നത് ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ അഥവാ അന്തർ ഉഷ്ണമേഖല സംക്രമണ മേഖല എന്നും അറിയപ്പെടുന്നുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു ഡോൾഡ്രം എന്നാണ് അവിടെ അറിയപ്പെടുന്നതെന്ന്. അങ്ങനെ മാത്രമല്ല, ഇരു അർദ്ധഗോളങ്ങളിൽ നിന്നും വീശുന്ന വാണിജ്യവാദങ്ങൾ സംഗമിക്കുന്ന മധ്യരേഖ ന്യൂനമർദ്ദ മേഖല ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ അല്ലെങ്കിൽ അന്തർ ഉഷ്ണമേഖല സംക്രമണ മേഖല എന്നും അറിയപ്പെടുന്നുണ്ട്. ITCZ എന്ന് ചുരുക്കി പറയും. അപ്പം മധ്യരേഖ ന്യൂനമർദ്ദ മേഖല അറിയപ്പെടുന്നത്, ഈ കാറ്റുകൾ വാണിജ്യവാദങ്ങൾ സംഗമിക്കുന്ന മധ്യരേഖ ന്യൂനമർദ്ദ മേഖല അറിയപ്പെടുക എങ്ങനെയാണ്? ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ എന്നാണ്. ഇനി നമുക്ക് ആ കോളത്തിലുള്ളത് നോക്കാം. കാറ്റിൻ്റെ കൈകളിലേറി. വർഷം മുഴുവനും ഒരേ ദിശയിൽ വീശുന്ന വാണിജ്യവാദങ്ങൾ പഴയ കാലത്ത് പായ്ക്കപ്പലുകളിലും മറ്റുമായി കച്ചവട സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് വലിയ സഹായകമായിരുന്നു. സമുദ്ര വാണിജ്യത്തെ സഹായിച്ചിരുന്നതിനാലാവണം അവയ്ക്ക് വാണിജ്യവാദങ്ങൾ എന്ന് പേര് വന്നത്. ജർമ്മൻ ഭാഷയിൽ ട്രെഡൻ എന്ന പദത്തിന് ഒരേ ദിശയിൽ വീശുന്ന കാറ്റുകൾ, മെയിൻറ്റെയിനിങ് കോൺസ്റ്റന്റ് ഡയറക്ഷൻ എന്നാണ് അർത്ഥം. ഇനി നോക്കുന്നത് പശ്ചിമവാദങ്ങൾ എന്ത് എന്നുള്ളതാണ്. ഇരു അർദ്ധഗോളങ്ങളിലെയും ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകൾക്കും ധ്രുവീയ ഉച്ചമർദ്ദ മേഖലകൾക്കുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലകളുണ്ട്. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്ന് ഈ മേഖലകളിലേക്ക് നിരന്തരം കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നു. കാറ്റിൻ്റെ ദിശ ഏറെക്കുറെ പടിഞ്ഞാറ് നിന്നായതുകൊണ്ട് ഇവയെ പശ്ചിമവാദങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ പശ്ചിമവാദങ്ങൾ എവിടാണ് കാണുക? ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലാണ്. ഉപോഷ്ണ മേഖലയിൽ നിന്നും ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്കാണ് കാറ്റ് വീശുന്നത്. 30 ഡിഗ്രിയിൽ നിന്നും 60 ഡിഗ്രിയിലേക്ക്. ആ ഭാഗത്തായിട്ടാണ് എന്ത് കാണുക? പശ്ചിമവാദങ്ങൾ കാണുക. ഇത് പടിഞ്ഞാറ് നിന്നാണ് ഈ കാറ്റ് വീശുന്നത്. അതുകൊണ്ടാണ് പശ്ചിമവാദങ്ങൾ അല്ലെങ്കിൽ വെസ്റ്റർലീസ് എന്നുള്ള പേര് വന്നത്. ദക്ഷിണാർദ്ധഗോളത്തിലാണെങ്കിൽ പശ്ചിമവാദങ്ങളുടെ ശക്തി ഉത്തരാർദ്ധഗോളത്തിലേക്കാൾ കൂടുതലാണ്. സ്റ്റേറ്റ്മെൻറ്റായിട്ട് ചോദിക്കാം. ദക്ഷിണാർദ്ധഗോളത്തിലെ പശ്ചിമവാദങ്ങളുടെ ശക്തി എന്ന് പറയുന്നത് ഉത്തരാർദ്ധഗോളത്തിലേക്കാൾ കൂടുതലാണ്. ദക്ഷിണാർദ്ധഗോളത്തിലെ ഏറിയ പങ്കും സമുദ്രത്തിനായതിനാലാണ് കാറ്റുകളുടെ വേഗം കൂടുതലാകുന്നത്.
നമ്മൾ പറഞ്ഞു കർഷണം അവിടെ എന്താണ് കുറവായിരിക്കും അന്നേരം. അതുകൊണ്ട് തന്നെ കാറ്റിൻ്റെ വേഗതയും ദക്ഷിണാർദ്ധഗോളത്തിൽ കൂടുതലായിരിക്കും. ഈ അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ വാസ്കോ ഡ ഗാമയുടെ യാത്രാമാർഗം വിശദീകരിച്ചിട്ടുണ്ട്. ബ്രസീലിൽ നിന്ന് ദക്ഷിണ അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ ദക്ഷിണ ആഫ്രിക്കയിലെത്താൻ ഗാമയെ സഹായിച്ചത് പശ്ചിമവാദങ്ങളായിരുന്നു. ദക്ഷിണാർദ്ധഗോളത്തിലെ വിശാലമായ സമുദ്രങ്ങളിലൂടെ ആഞ്ഞു വീശുന്ന പശ്ചിമവാദങ്ങളെ റോയിങ് 40s, ഫ്യൂരിയസ് 50s, ഷ്രീക്കിംഗ് 60s എന്നിങ്ങനെ പഴയകാല നാവികർ പേരിട്ട് വിളിച്ചിരുന്നു. റോറിംഗ് 40s, ഫ്യൂരിയസ് 50s, ഷ്രീക്കിംഗ് 60s ഇങ്ങനെ വിളിച്ചിരുന്നു. അപ്പം റോറിംഗ് 40s എന്ന് പറഞ്ഞാൽ 40 ഡിഗ്രി തെക്ക് അക്ഷാംശങ്ങളിലാണ്. ഫ്യൂരിയസ് 50s എന്നാൽ 50 ഡിഗ്രി അക്ഷാംശങ്ങളിലാണ്. ഷ്രീക്കിംഗ് 60s 60 ഡിഗ്രി അക്ഷാംശങ്ങളിലാണ്. ഞാൻ പറഞ്ഞു 30 ഡിഗ്രിയിൽ നിന്ന് 60 ഡിഗ്രിയിലോട്ടാണ് ഈ പശ്ചിമവാദങ്ങൾ വീശുന്നത്. ഇനി അടുത്തത് നോക്കുന്നത് ധ്രുവീയ പൂർവ്വവാദങ്ങളാണ്. ധ്രുവങ്ങളിലെ മഞ്ഞുറഞ്ഞ മേഖലകൾ ഉച്ചമർദ്ദ കേന്ദ്രമാണ് എന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഉപോഷ്ണ മേഖലയെ ലക്ഷ്യമാക്കി വീശുന്ന ഹിമക്കാറ്റുകളാണ് ധ്രുവീയവാദങ്ങൾ. ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപോഷ്ണ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന ഹിമക്കാറ്റുകളാണ് ധ്രുവീയവാദങ്ങൾ. കോറിയോലിസ് ബലം നിമിത്തം ഇവ അർദ്ധഗോളങ്ങളിലും കിഴക്കു ദിക്കിൽ നിന്നാണ് വീശുക. പറഞ്ഞു ധ്രുവങ്ങളിൽ എന്താണ് കോറിയോലിസ് ബലം എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. കോറിയോലിസ് ബലം നിമിത്തം ഇവ അർദ്ധഗോളങ്ങളിലും കിഴക്ക് ദിക്കിൽ നിന്നാണ് വീശുക. അതിനാൽ ഇവ ധ്രുവീയ പൂർവ്വവാദങ്ങൾ പോളാർ ഈസ്റ്റർലൈസ് എന്നാണ് അറിയപ്പെടുക. വടക്കേ അമേരിക്ക, വടക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ, റഷ്യ എന്നീ മേഖലകളിലെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നതിൽ ഈ കാറ്റുകൾ ഗണ്യമായ പങ്ക് വഹിക്കുന്നുണ്ട്. വർഷം മുഴുവനും ആഗോള മർദ്ദമേഖലകൾക്കിടയിൽ സ്ഥിരമായിട്ട് വീശുന്ന കാറ്റാണ് ആഗോളവാദങ്ങൾ എന്ന് പറഞ്ഞു. ആഗോളവാദങ്ങൾക്ക് പുറമെ ചില കാലങ്ങളിൽ മാത്രം ഉണ്ടാകുന്നതോ ചില പ്രദേശങ്ങളിൽ മാത്രം അനുഭവപ്പെടുന്നതോ ആയ കാറ്റുകളുണ്ട്. ഇനി നോക്കുന്നത് അതാണ് കാലികവാദങ്ങൾ അല്ലെങ്കിൽ പീരിയോഡിക് വിൻസ് എന്താണെന്ന്. നിശ്ചിത ഇടവേളകളിൽ മാത്രം ആവർത്തിച്ചുണ്ടാകുന്ന കാറ്റുകളെ കാലികവാദങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അത് നിശ്ചിത ഇടവേളകളിൽ മാത്രം ആവർത്തിച്ചുണ്ടാകുന്ന കാറ്റുകളെ കാലികവാദങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഋതുക്കളിലോ ദൈനംദിനമോ ആവർത്തിക്കുന്ന കാലികവാദങ്ങളുണ്ട്. ഋതുക്കളിൽ ആവർത്തിക്കുന്ന കാറ്റുകൾക്ക് ഉദാഹരണമാണ് മൺസൂൺ കാറ്റുകൾ എന്ന് പറയുന്നത്. എന്താണ് മൺസൂൺ? മൗസിം എന്ന അറബി പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന പദം രൂപപ്പെട്ടത്. കാലത്തിനൊത്ത് ദിശ മാറുന്ന കാറ്റുകൾ എന്നാണ് മൺസൂൺ എന്ന വാക്കിൻ്റെ അർത്ഥം. ഒരു വർഷ കാലയളവിനുള്ളിൽ കാറ്റിൻ്റെ ഗതി വിപരീതമാകുന്ന പ്രതിഭാസമാണ് മൺസൂൺ എന്ന് പറയുന്നത്. ഒരു വർഷ കാലയളവിനുള്ളിൽ കാറ്റിൻ്റെ ഗതി വിപരീതമാകുന്ന പ്രതിഭാസമാണ് മൺസൂൺ. അറബി പണ്ഡിതനായ ഹിപ്പാലസ് ആണ് മൺസൂൺ കാറ്റുകളുടെ ഗതിമാറ്റം ആദ്യമായിട്ട് നിരീക്ഷിച്ചത്. മൺസൂൺ കാറ്റുകളുടെ ഗതിമാറ്റം നിരീക്ഷിച്ചത് ഹിപ്പാലസ് ആണ്. മൺസൂണിൻ്റെ രൂപം കൊള്ളലിന് പിന്നിൽ പല ഘടകങ്ങളാണുള്ളത്. എന്തൊക്കെയാണ്? സൂര്യൻ്റെ അയനം, കോറിയോലിസ് പ്രഭാവം, തപനത്തിലെ വ്യത്യാസങ്ങൾ. സൂര്യൻ്റെ അയനം, കോറിയോലിസ് പ്രഭാവം, തപനത്തിലെ വ്യത്യാസങ്ങൾ ഇതൊക്കെയാണ് മൺസൂണിൻ്റെ രൂപം കൊള്ളലിന് പിന്നിലുള്ള ഘടകങ്ങൾ. കാളിദാസൻ്റെ മേഘസന്ദേശം കാവ്യം യഥാർത്ഥത്തിൽ കാലത്തിനൊത്ത് ദിശ മാറുന്ന മൺസൂൺ കാറ്റുകളുടെ കയ്യിൽ സന്ദേശം കൊടുത്തയക്കുന്നു എന്ന ഭാവനയാണ് ഉള്ളത്. അച്ചുതണ്ടിൻ്റെ ചരിവ് നിമിത്തം സൂര്യരശ്മികൾ ചില മാസങ്ങളിൽ ഭൂമധ്യരേഖയ്ക്ക് വടക്കായിരിക്കും ലംബമായിട്ട് പതിക്കുക. ഇത് ഈ പ്രദേശങ്ങളിൽ താപനില വർദ്ധിക്കുന്നതിന് കാരണമാകും. അതനുസരിച്ച് മർദ്ദമേഖലകൾക്കും വടക്കോട്ട് നേരിയ തോതിൽ സ്ഥാനമാറ്റം ഉണ്ടാകുന്നു. ഉത്തരാർദ്ധഗോളത്തിലെ വേനൽക്കാലത്ത് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല അല്ലെങ്കിൽ ഇൻ്റർട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ വടക്കോട്ട് നീങ്ങുമ്പോൾ വടക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങളും മധ്യരേഖ കടന്ന് വടക്കോട്ട് നീങ്ങും. മധ്യരേഖ കടക്കുന്നതോടെ തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ കോറിയോലിസ് പ്രഭാവം മൂലം ദിശാവ്യതിയാനം സംഭവിച്ച് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളായി രൂപാന്തരം പ്രാപിക്കുകയും ചെയ്യും.
ഉയർന്ന പകൽച്ചൂട് നിമിത്തം കരയുടെ മുകളിൽ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദം സമുദ്ര ഉപരിതലത്തിലൂടെ വീശുന്ന ഈ കാറ്റുകളെ അങ്ങോട്ട് ആകർഷിക്കുന്നതും തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾക്ക് കാരണമാകുന്നു. ഉത്തരാർദ്ധഗോളത്തിലെ വൻകരകൾക്ക് മേൽ ശൈത്യകാലത്ത് ഉച്ചമർദ്ദ മേഖലകൾ രൂപപ്പെടുന്നതിൻ്റെ ഫലമായിട്ട് ഏഷ്യ വൻകരയ്ക്ക് മുകളിൽ ഉച്ചമർദ്ദവും ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിൽ ന്യൂനമർദ്ദവും രൂപം കൊള്ളുന്നു. ഉത്തരാർദ്ധഗോളത്തിലെ വൻകരകൾക്ക് മേലെ ശൈത്യകാലത്ത് ഉച്ചമർദ്ദ മേഖലകൾ രൂപപ്പെടും. അതിൻ്റെ ഫലമായിട്ട് ഏഷ്യ വൻകരയ്ക്ക് മുകളിൽ ഉച്ചമർദ്ദവും ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിൽ ന്യൂനമർദ്ദവുമായിരിക്കും രൂപം കൊള്ളുന്നത്. ഇത് വടക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങളെ ശക്തി പ്രാപിക്കുന്നതിന് ഇടയാക്കും. ഇതാണ് വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ എന്ന് പറയുന്നത്. വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ അങ്ങനെയാണ് ഉണ്ടാവുക. ഇനി നോക്കുന്നത് കരക്കാറ്റും കടൽക്കാറ്റും എന്താണ് എന്നുള്ളതാണ്. ഒരു പ്രദേശത്ത് തന്നെ രാത്രിയും പകലും അനുഭവപ്പെടുന്ന അന്തരീക്ഷ മർദ്ദം വ്യത്യസ്തമാണ്. അതുപോലെ കരയും കടലും സൂര്യതാപത്തോട് പ്രതികരിക്കുന്നത് ഒരുപോലെയല്ല. കര പെട്ടെന്ന് ചൂടാവുകയും പെട്ടെന്ന് തന്നെ തണുക്കുകയും ചെയ്യും. കര പെട്ടെന്ന് ചൂടാവും, പെട്ടെന്ന് തന്നെ തണുക്കുകയും ചെയ്യും. പക്ഷേ കടൽ എന്ന് പറയുന്ന സാവധാനമേ ചൂടാവുകയുള്ളൂ. അതുപോലെ ലഭിക്കുന്ന ചൂട് ഏറെ നേരം നിലനിർത്താൻ കഴിയുകയും ചെയ്യും. അത് ജലത്തിൻ്റെ ഒരു കഴിവാണല്ലേ. ജലത്തിന് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്താണ്? കൂടുതലാണ്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കൂടുതലാണ്. അതുകൊണ്ടാണ് ജലം പെട്ടെന്ന് ചൂടാവുകയില്ല. അതുപോലെ സാവധാനമേ തണുക്കുകയുമുള്ളൂ. പകൽ സമയം കര പെട്ടെന്ന് ചൂട് പിടിക്കുന്നതിൻ്റെ ഫലമായിട്ട് കരയോട് ചേർന്ന് കിടക്കുന്ന വായു ചൂടായിട്ട് ഉയരുന്നു. പകൽ സമയത്ത് കര പെട്ടെന്ന് ചൂട് പിടിക്കും. അതിൻ്റെ ഫലമായിട്ട് കരയോട് ചേർന്ന് കിടക്കുന്ന വായു ചൂടാകും. വായു ചൂടായാൽ എന്താണ്? അത് മുകളിലേക്ക് ഉയരും. ഇത് ആ പ്രദേശത്തിന് മുകളിൽ ന്യൂനമർദ്ദം രൂപം കൊള്ളുന്നതിന് കാരണമാകുന്നു. ആ പ്രദേശത്തിന് മുന്നിൽ അവിടെയുള്ള വായു, കരയിലുള്ള വായു ചൂടായി മുകളിലേക്ക് പോകുമ്പോൾ എന്താണ്? കരയുടെ ആ ഭാഗത്ത് എന്താണ്? ന്യൂനമർദ്ദം അനുഭവപ്പെടും. അപ്പോൾ താരതമ്യേന തണുത്ത വായു കടലിന് മുകളിൽ നിന്ന് തീരത്തേക്ക് വീശും. ഇവിടെ ന്യൂനമർദ്ദമാകുമ്പോൾ, കരയുടെ മുകളിൽ എന്താണ്? ന്യൂനമർദ്ദമാകുമ്പോൾ കടലിന് മുകളിൽ നിന്നുള്ള തണുത്ത വായു തീരത്തേക്ക് വീശുന്നു. ഈ ഇളങ്കാറ്റുകളാണ് കടൽക്കാറ്റ് എന്ന് അറിയപ്പെടുന്നത്. അങ്ങനെ പകൽ സമയത്ത് അനുഭവപ്പെടുന്നതാണ് കടൽക്കാറ്റ്. ഇനി രാത്രി കാലങ്ങളിൽ കര കടലിനെ അപേക്ഷിച്ച് പെട്ടെന്ന് തണുക്കുന്നത് മൂലം കരയുടെ മുകളിൽ ഉച്ചമർദ്ദവും കടലിൻ്റെ മുകളിൽ എന്താണ്? ന്യൂനമർദ്ദവുമായിരിക്കും. ഉച്ചമർദ്ദമുള്ളിടത്തുനിന്ന് ന്യൂനമർദ്ദമുള്ള മേഖലയിലേക്കായിരിക്കുമല്ലോ കാറ്റ് വീശുന്നത്. അപ്പോൾ കരയിൽ നിന്ന് കടലിലേക്കായിരിക്കും കാറ്റ് വീശുക. അപ്പം അതിനെ കരക്കാറ്റ് എന്ന് വിളിക്കുന്നു. കരക്കാറ്റുണ്ടാകുന്നത് എപ്പോഴാണ്? രാത്രി കാലങ്ങളിലായിരിക്കും. രാത്രിയോടെ ആരംഭിച്ച് കരക്കാറ്റ് പുലർക്കാലത്തോടെ സജീവമാവുന്നു, സൂര്യോദയത്തോടെ അവസാനിക്കുന്നു. നമ്മൾ കരക്കാറ്റും കടൽക്കാറ്റും എന്ത് എന്നുള്ളതാണ് പഠിച്ചത്. ഇനി പഠിക്കുന്നത് പർവ്വതക്കാറ്റും താഴ്വരക്കാറ്റും. പർവ്വതക്കാറ്റ് എങ്ങനെ ഉണ്ടാകുന്നു, താഴ്വരക്കാറ്റ് എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട് താഴ്വരക്കാറ്റ്, അതുപോലെ പർവ്വതക്കാറ്റും കൊടുത്തിട്ടുണ്ട്. പകൽ സമയത്ത് പർവ്വത മുകളിലെ വായു ചൂട് പിടിച്ച് ഉയരുന്നത് കൊണ്ട് താരതമ്യേന ചൂട് കുറഞ്ഞ താഴ്വരയിൽ നിന്ന് മുകളിലേക്ക് പർവ്വത ചരിവുകളിലേക്ക് കാറ്റ് വീശുന്നു. പകൽ സമയത്ത് എന്താണ്? പർവ്വതത്തിൻ്റെ മുകളിലുള്ള വായു ചൂട് പിടിച്ച് ഉയരും. അപ്പോൾ താരതമ്യേന ചൂട് കുറഞ്ഞ വായു എവിടെയായിരിക്കും? താഴ്വരയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ താഴ്വരയിൽ നിന്നും മുകളിലേക്കാണ് കാറ്റ് വീശുക. ഇതിനെ താഴ്വരക്കാറ്റ് എന്ന് അറിയപ്പെടുന്നു. പകൽ സമയത്താണ് താഴ്വരക്കാറ്റ് ഉണ്ടാവുക. എന്നാൽ രാത്രി കാലങ്ങളിലാണെങ്കിൽ പർവ്വത പ്രദേശങ്ങളിലെ തണുപ്പ് മൂലം വായു തണുക്കുന്നു. തണുത്ത വായുവിന് ഭാരം കൂടുതലായതുകൊണ്ട് എന്താണ്? അത് താഴ്വാരത്തേക്ക് വീശുന്നു. ഇതിനെ എന്താണ്? പർവ്വതക്കാറ്റ് എന്നാണ് പറയുന്നത്. രാത്രി കാലങ്ങളിൽ ഉണ്ടാകുന്നതാണ് പർവ്വതക്കാറ്റ്. ഇനി നോക്കുന്നത് പ്രാദേശികവാദങ്ങൾ അല്ലെങ്കിൽ ലോക്കൽ വിൻസ് ആണ്. ഏതൊക്കെ ലോക്കൽ വിൻസ് ആണുള്ളത് എന്ന് നോക്കാം. മറ്റു കാറ്റുകളെ അപേക്ഷിച്ച് താരതമ്യേന ചെറിയ പ്രദേശത്ത് മാത്രമായിട്ട് അനുഭവപ്പെടുന്ന കാറ്റുകളെയാണ് പ്രാദേശികവാദങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. പ്രാദേശികമായ മർദ്ദവ്യത്യാസങ്ങൾ മൂലം രൂപം കൊള്ളുന്ന ഇത്തരം കാറ്റുകൾക്ക് ശക്തിയും കുറവായിരിക്കും. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരം പ്രാദേശികവാദങ്ങളുണ്ട്. അതിന് എക്സാമ്പിളാണ് ലൂ, മാംഗോ ഷവർ,
കാൽ ബൈശാഖി ഇതൊക്കെ ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രാദേശികവാദങ്ങളാണ്. അതുപോലെ ചിനൂക്ക്, ഹർമാറ്റൻ, ഫോൻ തുടങ്ങിയൊക്കെ ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്നവയുമാണ്. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചരിവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക്. വടക്കേ അമേരിക്കയിൽ റോക്കി പർവ്വതനിര, അവിടെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചരിവിൽ വീശുന്ന ഉഷ്ണക്കാറ്റിനെയാണ് ചിനൂക്ക് എന്ന് വിളിക്കുന്നത്. ഈ കാറ്റിൻ്റെ ഫലമായിട്ട് റോക്കി പർവ്വതനിരയുടെ കിഴക്കേ ചരിവിലെ മഞ്ഞുരുകി മാറുന്നതിനാലാണ് ഇവയ്ക്ക് മഞ്ഞുതീനി എന്നർത്ഥം വരുന്ന ചിനൂക്ക് എന്ന പേര് ലഭിച്ചത്. അപ്പോൾ ചിനൂക്ക് എന്ന പേരിൻ്റെ അർത്ഥം എന്താണ്? മഞ്ഞുതീനി എന്നാണ്. ഈ കാറ്റിൻ്റെ ഫലമായിട്ട് റോക്കി പർവ്വതനിരയുടെ കിഴക്കേ ചരിവിലെ മഞ്ഞുരുകി മാറുന്നു. അതുകൊണ്ടാണ് മഞ്ഞുതീനി എന്നർത്ഥം വരുന്ന ചിനൂക്ക് എന്ന പേര് ഇതിനിട്ടിരിക്കുന്നത്. ശൈത്യത്തിൻ്റെ കാഠിന്യം കുറയ്ക്കുന്നത് കൊണ്ട് കനേഡിയൻ സമതലങ്ങളിലെ ഗോതമ്പ് കൃഷിക്ക് ഈ കാറ്റ് ഏറെ പ്രയോജനപ്രദമാണ്. ഇനി നോക്കുന്നത് ഫൊന്നാണ്. ആൽപ്സ് പർവ്വതനിര കടന്ന് വടക്കൻ താഴ്വാരത്തേക്ക് വീശുന്ന കാറ്റാണ് ഫൊന്ന്. ചിനൂക്ക് റോക്കി പർവ്വതനിരയാണെങ്കിൽ ഫൊൻ എന്താണ്? ആൽപ്സ് പർവ്വതനിരയാണ്. ആൽപ്സ് പർവ്വതനിര കടന്ന് വടക്കൻ താഴ്വാരത്തേക്ക്, അതിൻ്റെ വടക്കൻ താഴ്വാരത്തേക്ക് വീശുന്ന കാറ്റിനെയാണ് ഫൊൻ എന്ന് പറയുന്നത്. ഈ കാറ്റ് താഴ്വാരത്തേക്ക് ഇറങ്ങുമ്പോൾ സമ്മർദ്ദം കൊണ്ട് ചൂടാകുന്നതിനാൽ ആ ഭാഗത്തെ അന്തരീക്ഷത്തിലെ തണുപ്പിൻ്റെ കാഠിന്യം കുറയാനായിട്ട് കാരണമാകുന്നു. ഈ കാറ്റ് താഴ്വാരത്തേക്ക് ഇറങ്ങുമ്പോൾ സമ്മർദ്ദം കൊണ്ട് ചൂടാകുന്നു. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തുള്ള അന്തരീക്ഷത്തിലെ തണുപ്പിൻ്റെ കാഠിന്യം ഫൊന്ന് കുറയ്ക്കുന്നു. മുന്തിരി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാറ്റാണ് ഫൊന്ന്. മുന്തിരി പഴുക്കാനായിട്ട് സഹായിക്കുന്ന കാറ്റാണ് ഫൊൻ എന്ന് പറയുന്നത്. ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്ന് പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് വീശുന്ന പ്രാദേശികവാദമാണ് ഹർമാറ്റൻ. ഇനി ആഫ്രിക്കയിൽ സഹാറ മരുഭൂമിയിൽ അവിടെ നിന്ന് പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് വീശുന്ന കാറ്റാണ് ഹർമാറ്റൻ. സഹാറ മരുഭൂമിയിൽ നിന്ന് പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് വീശുന്ന കാറ്റാണ് ഹർമാറ്റൻ. പൊതുവെ ഈർപ്പം നിറഞ്ഞ് അസുഖകരമായിട്ടുള്ള കാലാവസ്ഥ നിലനിൽക്കുന്ന പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് ഈ കാറ്റ് എത്തുന്നതോടെ കാലാവസ്ഥ മെച്ചപ്പെടുന്നതുകൊണ്ട് ജനങ്ങൾ ഇവയെ ഡോക്ടർ എന്നാണ് വിളിക്കുന്നത്. ഡോക്ടർ എന്ന് വിളിക്കുന്ന കാറ്റ് ഏതാണ്? ഹർമാറ്റൻ ആണ്. ഇനി നോക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ വീശുന്ന ലൂ ആണ്. ലൂ എന്താണ്? ഒരു ഉഷ്ണക്കാറ്റാണ്. ഇത് വീശുന്നത് ഉത്തരേന്ത്യൻ സമതലങ്ങളിലാണ്. ഉഷ്ണകാലത്ത് രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്ന് വീശുന്ന ഈ കാറ്റ് ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ വേനലിൻ്റെ തീഷ്ണത വർദ്ധിക്കാനായിട്ട് കാരണമാകുന്നു. ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന കാറ്റാണ് മാംഗോ ഷവേഴ്സ്. മാംഗോ ഷവേഴ്സ് ദക്ഷിണേന്ത്യയിൽ ഉഷ്ണകാലത്ത് വീശുന്ന കാറ്റാണ്. ഈ കാറ്റ് മാങ്ങ പഴുക്കുന്നതിനും പൊഴിയുന്നതിനും കാരണമാകുന്നതിനാലാണ് ഇതിന് മാംഗോ ഷവേഴ്സ് എന്ന പേര് വന്നത്. ഇനി നോക്കുന്നത് അസ്ഥിരവാദങ്ങൾ അല്ലെങ്കിൽ വേരിയബിൾ വിൻഡ്സ് എന്താണ് എന്നുള്ളതാണ്. ചില പ്രത്യേക അന്തരീക്ഷ അവസ്ഥകളിൽ രൂപം കൊള്ളുന്നതും തികച്ചും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകളോട് കൂടിയതുമായിട്ടുള്ള കാറ്റുകളെയാണ് അസ്ഥിരവാദങ്ങൾ എന്ന് പറയുന്നത്. ചക്രവാതങ്ങളും പ്രതിചക്രവാതങ്ങളും ഒക്കെ എന്താണ്? അസ്ഥിരവാദങ്ങളാണ്. അപ്പോൾ അസ്ഥിരവാദങ്ങൾക്ക് ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ്? ചക്രവാതങ്ങൾ, അതുപോലെ പ്രതിചക്രവാതങ്ങൾ. ഇതെന്താണ്? പ്രത്യേക അന്തരീക്ഷ അവസ്ഥകളിൽ രൂപം കൊള്ളുന്നതും തികച്ചും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകളോടുകൂടിയ കാറ്റുകളുമാണ്. ആദ്യം നോക്കുന്നത് ചക്രവാതങ്ങളാണ്, സൈക്ലോൺസ്. അന്തരീക്ഷത്തിൽ ഒരു ന്യൂനമർദ്ദ പ്രദേശവും അതിനു ചുറ്റുമായി ഉച്ചമർദ്ദവും സൃഷ്ടിക്കപ്പെടുന്നത് ചക്രവാതങ്ങൾ രൂപം കൊള്ളുന്നതിന് കാരണമാകുന്നു. അന്തരീക്ഷത്തിൽ ഒരു ന്യൂനമർദ്ദ പ്രദേശം, അതുപോലെ ആ ന്യൂനമർദ്ദ പ്രദേശത്തിന് ചുറ്റുമായിട്ട് ഉച്ചമർദ്ദവും സൃഷ്ടിക്കപ്പെടുന്നത് ചക്രവാതങ്ങൾ രൂപം കൊള്ളുന്നതിന് കാരണമാകുന്നു. ഇവിടെ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട് ചക്രവാതം. ഇങ്ങനെ സൃഷ്ടിക്കപ്പെടുന്ന ന്യൂനമർദ്ദ കേന്ദ്രത്തിലേക്ക് ചുറ്റുമുള്ള ഉച്ചമർദ്ദ പ്രദേശങ്ങളിൽ നിന്നും അതിശക്തമായി കാറ്റ് ചുഴറ്റി വീശുന്നു. കോറിയോലിസ് പ്രഭാവത്താൽ ഉത്തരാർദ്ധഗോളത്തിലെ ചക്രവാതങ്ങളിൽ കാറ്റ് വീശുന്നത് എതിർ ഘടികാര ദിശയിലും ദക്ഷിണാർദ്ധഗോളത്തിലാണെങ്കിൽ ഘടികാര ദിശയിലുമാണ്. അപ്പോൾ കോറിയോലിസ് പ്രഭാവത്താൽ ഉത്തരാർദ്ധഗോളത്തിൽ എങ്ങനെയാണ്? എതിർ ഘടികാര ദിശയിലും, അതുപോലെ ദക്ഷിണാർദ്ധഗോളത്തിൽ ഘടികാര ദിശയിലുമാണ് വീശുന്നത്. രൂപപ്പെടുന്ന കാലാവസ്ഥാ മേഖലകളുടെ അടിസ്ഥാനത്തിൽ ഇവയെ ഉഷ്ണമേഖലാ ചക്രവാതങ്ങളെന്നും മിതോഷ്ണ മേഖലാ ചക്രവാതങ്ങളെന്നും രണ്ടായിട്ട് തിരിക്കാം.
ലക്ഷദ്വീപിലും കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിലും 2017 നവംബർ മാസത്തിൽ ഒരു കാറ്റ് വീശി. അതേതായിരുന്നു? ഓക്കി ചുഴലിക്കാറ്റാണ്. ഓക്കി ചുഴലിക്കാറ്റ് വീശുന്നത് 2017 നവംബർ മാസത്തിലാണ്. ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ കാറ്റായിരുന്നു അല്ലേ? ഓക്കി ചുഴലിക്കാറ്റ് ജീവനും സ്വത്തിനും വലിയ നാശം വിതച്ചുകൊണ്ടാണ് ഇന്ത്യൻ തീരങ്ങൾ വിട്ടത്. ഇതൊരു ഉഷ്ണമേഖലാ ചക്രവാതമാണ്. അപ്പോൾ ഓക്കി എന്ന് പറയുന്നത് ഒരു ഉഷ്ണമേഖലാ ചക്രവാതമാണ്. വേണമെങ്കിൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാം. ഉഷ്ണമേഖലാ സമുദ്രപ്രദേശത്ത്, പ്രത്യേകിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഉണ്ടാകുന്ന പ്രാദേശിക മർദ്ദ വ്യതിയാനമാണ് ഉഷ്ണമേഖലാ ചക്രവാതത്തിന് കാരണമാകുന്നത്. അപ്പം ഓക്കി ഉണ്ടാകാനുള്ള കാരണം എന്താണ്? ഉഷ്ണമേഖലാ സമുദ്രപ്രദേശമായിട്ടുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഉണ്ടായ പ്രാദേശിക മർദ്ദ വ്യതിയാനമാണ്. ഇനി നോക്കുന്നത് പ്രതിചക്രവാതങ്ങൾ അല്ലെങ്കിൽ ആൻറ്റി സൈക്ലോൺസ് ആണ്. ഉച്ചമർദ്ദ കേന്ദ്രങ്ങളിൽ നിന്നും ചുറ്റുമുള്ള ന്യൂനമർദ്ദ പ്രദേശങ്ങളിലേക്ക് ശക്തമായി കാറ്റ് ചുഴറ്റി വീശുന്ന പ്രതിഭാസത്തെയാണ് പ്രതിചക്രവാതങ്ങൾ എന്ന് പറയുന്നത്. ഉച്ചമർദ്ദ കേന്ദ്രങ്ങളിൽ നിന്നും ചുറ്റുമുള്ള ന്യൂനമർദ്ദ പ്രദേശങ്ങളിലേക്ക് ശക്തമായിട്ട് കാറ്റ് ചുഴറ്റി വീശുന്ന പ്രതിഭാസത്തെയാണ് പ്രതിചക്രവാതങ്ങൾ എന്ന് പറയുന്നത്. കോയോലിസ് പ്രഭാവത്താൽ ഉത്തരാർദ്ധഗോളത്തിൽ എങ്ങനെയായിരിക്കും? ഘടികാര ദിശയിലും ദക്ഷിണാർദ്ധഗോളത്തിൽ എതിർ ഘടികാര ദിശയിലുമായിരിക്കും വീശുക. നമ്മൾ പഠിച്ചത് കാറ്റുകളെ പറ്റിയാണ്. എത്രയായിട്ടാണ് കാറ്റുകളെ തിരിച്ചിരിക്കുന്നത്? ആഗോളവാദങ്ങൾ എന്താണെന്ന് പഠിച്ചു. അതുപോലെ പ്രാദേശിക വാദങ്ങൾ എന്താണെന്ന് പഠിച്ചു. കാലികവാദങ്ങൾ, അതുപോലെ അസ്ഥിരവാദങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. വായുവിൻ്റെ ഈ നിരന്തര സഞ്ചാരത്തിന് പിന്നിൽ ഉള്ള ചാലകശക്തി എന്താണ്? സൂര്യനാണ്. സൗരോർജ്ജമില്ലായിരുന്നുവെങ്കിൽ താപമില്ല, താപവ്യത്യാസമില്ല, മർദ്ദവ്യത്യാസമില്ല, കാറ്റില്ല. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.